ഹായ്, SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സിനെ തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു സീക്രട്ടാണ്. പലർക്കും അറിയുന്ന ഒരു കാര്യമാണ് നോ കോൺടാക്ട് റൂൾ എന്ന് പറയുന്നത്. അതായത് എന്താണ് നോ കോൺടാക്ട് റൂൾ, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. സോ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പല റിലേഷൻഷിപ്പിലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ആ റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നുണ്ടാവും. ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കായിരിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുക, ആ റിലേഷൻഷിപ്പ് തന്നെ വേണം എന്ന് നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരാൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബ്രേക്കപ്പ് ആയാൽ മതി, ബന്ധം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പം ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇപ്പം ഞാൻ ഇന്നൊരു മെത്തേഡ് അല്ലെങ്കിൽ ഇന്നൊരു സീക്രട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ പല റിലേഷൻഷിപ്പ് ഇഷ്യൂസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാം പറ്റുന്ന, അതായത് അതിനെല്ലാം സഹായിക്കുന്ന കുറേ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് പവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് ഇത്തരത്തിലുള്ള പേഴ്സണൽ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലേക്ക് തിരികെ വരാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് മിക്ക ആളുകൾക്കും ഉള്ള ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ വേണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ആഗ്രഹമുണ്ട് ഇയാൾ തന്നെ വേണം, ഇയാളുമായുള്ള ഒരു ഹാപ്പി ലൈഫാണ് എനിക്ക് വേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഇയാൾ തന്നെ ഉണ്ടായിരിക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് പ്രത്യേകിച്ച് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ പുറകെ പോവും. എന്നെ വിട്ട് പോകരുത്, നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ മണ്ടത്തരം അല്ലെങ്കിൽ അബദ്ധമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അതായത് അവരെ അവരുടെ പാർട്ട്ണർ വിട്ടേക്കുക, അവർ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു സംശയം വരുന്നുണ്ടായിരിക്കും, എന്താണ് ഇങ്ങനെ പറയണമെന്നുള്ളത്. അതായത് ഇത് എന്തൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും എൻ്റെ നിന്ന് പോവില്ലേ, പിന്നെ അവരെന്നെ വിളിക്കില്ലല്ലോ, എൻ്റെ അടുത്തേക്ക് തിരികെ വരില്ലല്ലോ, പിന്നെ നിങ്ങൾ ഈ എക്സ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളത് പൂർണ്ണമായിട്ടൊന്ന് കേട്ടിരിക്കുക, ചെറിയൊരു ക്ഷമ കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ അവരെ അങ്ങോട്ട് വിട്ടേക്കാണെന്ന് വിചാരിക്കാം. അതായത് നിങ്ങൾ അവരെ വിളിക്കുന്നില്ല, കോൺടാക്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവിടെ നിങ്ങളുടെ എനർജി ഇല്ലാതാവും എന്നുള്ളതാണ്. സോ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ മിസ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അവരുമായിട്ട് നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് അങ്ങോട്ട് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും തന്നെ പോവാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മറിച്ച് ചെയ്യുന്നത് അവർ പോയ ശേഷം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വിളിച്ച് ശല്യം ചെയ്യുകയാണ്, മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ വിചാരിക്കുന്ന കാര്യം എന്തായിരിക്കും, നിങ്ങൾ ഭയങ്കര ഒരു ശല്യമാണ് എന്നുള്ളതാണ്. സോ അവരുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങളുമായിട്ടുള്ള ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും എന്നൊരു ചിന്ത വരില്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് വേണ്ട എന്താ, അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അവരിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പുറകെ ഇങ്ങനെ പോയതുകൊണ്ടോ പ്രത്യേകിച്ച് നമുക്ക് ഫലമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവർ കുറച്ചു കാലം അങ്ങനെ പോകാനായിട്ട് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങും എന്നുള്ളതിന് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ അഥവാ ഒരു ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞു പോയി എന്ന് വിചാരിക്കുക, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് മെസ്സേജ് നോക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക, പുതിയ പുതിയ പോസ്റ്റുകൾ ഇട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അവരിടുന്ന സ്റ്റാറ്റസും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊന്നും നിങ്ങൾ നോക്കാതിരിക്കുക, കുറച്ച് നാളത്തേക്ക് അങ്ങനെയൊന്നും നോക്കാതിരിക്കുക. ഇപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കണം നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാം ഒന്നിങ്ങനെ അടക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഡെയിലി വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ വിളിയില്ല, ജസ്റ്റ് ഒരു മിസ്ഡ് കോൾ പോലും കാണാനില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഒരു ഹായ് മെസ്സേജ് പോലും കാണാനില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് ദിവസം വലിയ പ്രശ്നം ഉണ്ടാവില്ല അവരുടെ മനസ്സിൽ. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് ചിന്തകൾ വന്നു തുടങ്ങുക എന്നുള്ളതാണ്. അതായത് എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നല്ലോ, ഇത്രയും കാലം ഒന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എന്താണ് പറ്റിയിട്ടുണ്ടാവുക, ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്നുണ്ടെങ്കിലും ആൾക്ക് ശരിക്കും എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെയുള്ള പല ചിന്തകളും വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ വരാനോ കാണാനോ ഒക്കെ ഉള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ വന്നു തുടങ്ങും എന്നുള്ളതാണ്. സോ നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അതിന് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതായത് അവരുടെ പുറകെ നിങ്ങൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. അവരെ അവരുടെ ലൈഫിലേക്ക് അങ്ങോട്ട് വിട്ടേക്കുക. എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അവരെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, നിങ്ങൾ അവരെ പ്രണയിക്കരുത്, ഇങ്ങനെയൊന്നും അല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ പോസ്റ്റ് എടുത്ത് നോക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്റ്റാറ്റസ് സ്റ്റോറി ഉണ്ടെങ്കിൽ
കാത്തിരുന്ന് കാണുന്ന ആളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ കാണാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും, ഉള്ളിൽ വല്ലാത്ത വിഷമം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് വളരെ നല്ലതിനാണ്, അതായത് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആഗ്രഹം അച്ചീവ് ചെയ്യാനാണ്. ഇങ്ങനൊരു ചിന്ത കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ സഹിക്കേണ്ട വേദന സഹിച്ചുകൊണ്ടിരിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റിസൾട്ട് കൂടി നമുക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അറിവും അവർക്ക് കൊടുക്കാതിരിക്കാം. പക്ഷേ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാക്കിയെടുക്കാനും കൂടി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവരുടെ പോസ്റ്റും അല്ലെങ്കിൽ സ്റ്റോറിയും കാര്യങ്ങളും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഇപ്പോൾ സ്റ്റാറ്റസ് ആയാലും സ്റ്റോറി ആയാലും പോസ്റ്റ് ആയാലും ഒക്കെ നിങ്ങൾക്ക് ഇടാം എന്നുള്ളതാണ്. അതൊക്കെ അവർ കണ്ടോട്ടെ. ഒരിക്കലും നിങ്ങൾ വിരഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ അറിയിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടരുത്. അതേപോലെ ഇപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട്, DP ഒക്കെ ഭയങ്കര ബ്ലാക്ക് ആയിട്ടൊക്കെ ഇടുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഇടാനായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത്, ഞാൻ വിട്ടുപോയിട്ടും ഇയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നടക്കുന്നത് എന്നുള്ള ചിന്ത വരും. അപ്പോൾ അങ്ങനെ ശരിക്കും മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാൻ അനുവദിച്ചുകൂടാ എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ, ആ രീതിയിലൊക്കെ തന്നെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതായത് ഞാനില്ലാതെ ആൾ ഹാപ്പി ആവരുത്, എപ്പോഴും എൻ്റെ പുറകെ വരണം, അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമായിരിക്കണം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണാനോ ഒക്കെ അവർ നിങ്ങളുടെ പുറകെ വരാനുള്ള സാധ്യതയുണ്ട്. അത് സാധ്യതയുണ്ട് എന്നുള്ളതല്ല, ഉറപ്പായിട്ടും പുറകെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പവർഫുൾ ആയിട്ടുള്ള സീക്രട്ട് ആണെന്നുള്ളത് ചിലപ്പോൾ പലർക്കും അറിയുന്ന കാര്യമുണ്ട്, പക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നിങ്ങളത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം മനസ്സിലാവുള്ളൂ എന്നുള്ള. അപ്പോൾ ഇങ്ങനെ ഒരാൾ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് എപ്പോഴും കരഞ്ഞ റൂമിൽ നിന്ന് അടച്ചിട്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിയേക്കാം. നമുക്ക് അതല്ല ആവശ്യം, നമുക്കൊരു ലൈഫേ ഉള്ളൂ, നമ്മളത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ തന്നെ അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതിന് മോശമായ രീതിയിലൂടെ സഞ്ചരിക്കണം എന്നല്ല, അങ്ങനെയൊന്നല്ല ഞാൻ പറയണത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയുന്നു, ഇതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കും, റിലേഷൻഷിപ്പിൽ തന്നെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെല്ലാത്തിനും ഇപ്പം നിങ്ങൾക്ക് റിസൾട്ട് വേണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയും, നമ്മുടെ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത്രയും പവർഫുൾ ആണെന്ന് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനോട് നിർത്തുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്